പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 12-ാം തിരുവചനം. നാം സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിന്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ദൈവാത്മാവിനോട് സഹകരിച്ച ഒരു ജീവിതത്തിന്റെ ഉടമയായ ഒരു ബാലനിലേക്ക് കടന്നെല്ലാം ഡൊമിനിക് സാവിയോ. എനിക്കൊരു വൈദികനാകണം, വേദപാഠം പഠിപ്പിക്കണം, അവൻ്റെ കൊച്ചാഗ്രഹങ്ങളായിരുന്നു. ലൈബ്രറിയിൽ വിശുദ്ധരുടെ ജീവിതകഥകൾ ധാരാളമായി വായിച്ചു. രസമുള്ള കഥകളിലൂടെ അനേക നല്ല കാര്യങ്ങൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു. അവരുടെ ഇടയിൽ പ്രചരിച്ച അശ്ലീല പുസ്തകങ്ങൾക്കെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ നടത്തി. പ്രിയപ്പെട്ടവരെ, നമുക്കും കുടുംബങ്ങളിൽ കുഞ്ഞുമക്കളില്ലേ? ഏത് വിധത്തിലുള്ള ഒരു ദിനചര്യയാണ് നാം അവർക്ക് വേണ്ടി ക്രമീകരിക്കുക? അവരെ നന്മയിലേക്ക് നയിക്കാൻ പരിശ്രമിക്കണം. വിശുദ്ധരുടെ ജീവിതകഥകൾ വായിക്കാൻ അവരെ അനുവദിക്കണം. ഒപ്പം കൗദാശിക ജീവിതത്തിലേക്ക് അവരെ നയിക്കാൻ നാം പ്രോത്സാഹിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ തിരുത്തലുകളാണ് അവർക്ക് ആവശ്യം. അവരെ നന്മയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പിക്കൊണ്ട് പരിശുദ്ധമ്മയുടെ കാപ്പയ്ക്ക് കീഴിൽ ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കുടുംബത്തെ തന്നെ ഉയർത്താം. അനുഗ്രഹം വർഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് മുന്നിൽ നമുക്ക് ഒരുമിച്ച് വ്യാപരിക്കാം.